Hello everyone. How are you children? I hope you all are fine. I'm also fine. So what we studied in the last class? Yeah, we studied about food and health, right? We studied about food and health. And we also discussed the question answers, right? So in this session, we are going to learn about grammar, okay, and also the activities and the exercises from this unit, okay. So you can see here the page number 37, okay. So all of you take your page number 37 and listen. In English, there are sentences that tell us when something happened, that is whether it happened in the past, present, or future. Such sentences are said to be written in a particular tense. There are three main tenses: past tense, present tense, and future tense. Simple past tense is used to refer to something that has already happened in the past. Examples: I played carom with my friend last Sunday. It rained heavily last night. Jane tried hard to win the race. We identify a simple past tense from the form of verb that is used in the sentence. In the above examples, played, rained, and tried are all verbs in the simple past tense. We usually add d, ed, or ied at the end of verb to show the past tense. എന്താണ് ഇവിടെ പറയുന്നത്? There are so many sentences in English and also in Malayalam, right? So നമ്മൾ പറയുന്ന ഓരോ സെൻറ്റൻസസും എപ്പോഴെങ്കിലും ഒന്ന് സംഭവിച്ചൊരു കാര്യമായിരിക്കും, അല്ലേ? ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത്, ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ കമ്മിങ്, ഇനി സംഭവിക്കാനുള്ളത്, ഇല്ലേ? ഇങ്ങനത്തെ സെൻറ്റൻസ് ആയിരിക്കും നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും കേൾക്കാറുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്ന ഏതൊരു സെൻറ്റൻസും, ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിരിക്കും, ഇല്ലേ? ഇപ്പം നമ്മൾ പറയാം ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി, അത് കഴിഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് നാളെ എനിക്ക് സ്കൂളുണ്ട്, അത് നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലേ? അല്ലെങ്കിൽ പറയാം ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വന്നതാണ്, ഇന്ന് കഴിഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പറയുന്ന എല്ലാ സെൻറ്റൻസും എന്താണ്? ഒന്നെങ്കിൽ കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാനുള്ളതായിരിക്കും. സോ ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഓക്കെ, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്, മുമ്പ്. ഓക്കെ, പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാനുള്ളത്. ഓക്കെ, സോ ദ സച്ച് സെൻറ്റൻസസ് ആർ സെറ്റ് ടു ബി റിട്ടൺ ഇൻ എ പെർട്ടിക്കുലർ ടെൻസ്. സോ ആ സെൻറ്റൻസസ് പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും നടക്കുന്ന അത്തരം സെൻറ്റൻസസിനെ നമ്മൾ ഒരു പ്രത്യേക പെർട്ടിക്കുലർ ടെൻസിലാണ് നമ്മൾ അതിനെ എഴുതുക. ഓക്കെ, ടെൻസ് എന്ന് പറയും, ക്രിയാപദം. ഓക്കെ, അങ്ങനെ പെർട്ടിക്കുലർ ടെൻസിലാണ് നമ്മൾ ആ സെൻറ്റൻസിനെ ഇംഗ്ലീഷിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ സെൻറ്റൻസും ഓരോരോ പെർട്ടിക്കുലർ ടെൻസിലാണ് ഉൾക്കൊള്ളുന്നത്. ക്ലിയർ ആയോ? ദെൻ വാട്ട് ആർ ദ ത്രീ മെയിൻ ടെൻസസ്? എത്ര ടെൻസസ് ഉണ്ട്? 3. ഓക്കെ, ദർ ആർ മെയിൻലി 3 മെയിൻ ടെൻസസ്: പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഏതൊക്കെയാണ്? പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, മിസ്സിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ: പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്.
ഓക്കെ, ഇത് മൂന്നുമാണ് ഇംഗ്ലീഷിലെ 3 ടെൻസസ് എന്ന് പറയുന്നത്. സോ ഹിയർ യു വോണ്ട് ടു സ്റ്റഡി ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓൺലി. ഓക്കെ, ഇവിടെ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രം ഇപ്പം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇനിയും കൂടുതലായിട്ട് ബാക്കി ടെൻസസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ലിസൺ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇസ് യൂസ്ഡ് ടു റെഫർ ടു സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. മിസ് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഓൾറെഡി കഴിഞ്ഞ കാര്യം, നടന്നു കഴിഞ്ഞ. ഓക്കെ, സോ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇസ് യൂസ്ഡ് ടു റെഫർ സംതിങ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻഡ്, ഓൾറെഡി സംഭവിച്ചത്. ഓക്കെ, ഇൻ ദി പാസ്റ്റ്. ഓക്കെ, മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ് ഏത് ടെൻസിൽ വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരിക. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഇവിടെ. യു ക്യാൻ സീ, ഐ പ്ലേഡ് ക്യാരം വിത്ത് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് സൺഡേ. ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ സംഭവമാണത്. ഓക്കെ, സോ പ്ലേഡ് ക്യാരം വിത്ത് മൈ ഫ്രണ്ട്സ് ലാസ്റ്റ് സൺഡേ. ദെൻ ഇറ്റ് റെയിൻഡ് ഹെവിലി ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നന്നായിട്ട് മഴ പെയ്തു, നല്ല റെയിൻഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ജെയിൻ ട്രൈഡ് ഹാർഡ് ടു വിൻ ദ റേസ്. ജെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ. ഓക്കെ, ഒരാളുടെ പേരാണ്. സോ ജെയിൻ നന്നായിട്ട് ട്രൈ ചെയ്തു. എന്തിന്? ടു വിൻ ദ റേസ് വിൻ ചെയ്യാനായിട്ട്. ഇതാണ് 3 എക്സാമ്പിൾസ്. അപ്പോൾ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താലോ ഏതാണ് ഇതിലത്തെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന്. സോ വി ഐഡൻറ്റിഫൈ എ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫ്രം ദ ഫോം ഓഫ് വേർബ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇത്? അബവ് എക്സാമ്പിൾസ്: പ്ലേഡ്, റെയിൻഡ് ആൻഡ് ട്രൈഡ് ആർ ഓൾ വേർബ്സ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇതൊക്കെ വേർബാണ്. വേർബ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓരോ ക്രിയ, നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ, അതെന്താണ്? വേർബ്സ് ആണ്. സോ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ സെൻറ്റൻസിലും ഓരോ വേർബ് ഉണ്ട്. ആ വേർബ് ഏത് ടെൻസിലാണ് അവിടെ കൊടുത്തത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ മനസ്സിലാക്കുക, അല്ലെ പാസ്റ്റ് ടെൻസ് ആണോ മനസ്സിലാക്കുക? നിങ്ങൾ നോക്കിക്കേ, ഈ ഫസ്റ്റിലത്തെ സെൻറ്റൻസിലത്തെ വേർഡ്, ക്രിയ, അല്ലെങ്കിൽ അവിടുത്തെ വേർബ് ഏതാണ്? പ്ലേഡ് എന്നുള്ളതാണ്, കളിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ആ പ്ലേ എന്നുള്ളതിൻ്റെ കൂടെ എന്തോ ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്താ ചേർത്തത്? PLAY ആണ് പ്ലേ. അതിൻ്റെ കൂടെ എന്ന് ചേർത്തിട്ടുണ്ട്, പ്ലേഡ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ, റെയിനിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ചേർത്തിട്ടുണ്ട്. സോ അപ്പോഴാണ് അത് പാസ്റ്റ് ടെൻസ് ആവുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കിയേ, ട്രൈ എന്നുള്ളത് TRY ആണ് ട്രൈ. ആ Y എന്നുള്ളത് മാറ്റി IED എന്ന് ചേർത്തിട്ടുണ്ട്, കണ്ടോ? സോ ട്രൈഡായി. അങ്ങനെ നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കണമെങ്കിൽ എന്ത് ചേർക്കണം? വേർബിൻ്റെ കൂടെ we usually add DED or IED at the end of the verb. ഓക്കെ, ഓരോ ക്രിയ, ഓരോ വേർബിനോടൊപ്പവും അതിനെ പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ D ചേർക്കണം, അല്ലെങ്കിൽ ED ചേർക്കണം, അല്ലെങ്കിൽ IED ചേർക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കണ്ടാൽ അതിൽ പാസ്റ്റ് ടെൻസ് ഏതാണ്? ഓക്കെ, ഇനി ജസ്റ്റ് എങ്ങനെയാണ് ഈ ഓരോരോ DED IED ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ഓരോ വേർബിൻ്റെ മുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്ത് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് അത് ആഡ് ചെയ്തിട്ട് ആ ഒരു വേർബിനെ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് മിസ് ഒരു സ്മോൾ വീഡിയോ ആയിട്ട് മിസ് കാണിച്ചു തരാം. ഓക്കെ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഈ താഴെ കാണുന്ന ഈ വർക്ക്, റൈറ്റ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ദ ഫോളോയിങ് ബൈ ആഡിങ് DED ഓർ IED ടു ദ വേർഡ്സ്. കണ്ടോ, ഇത്രയും വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8 വേർഡ്സ് ഉണ്ട്. സോ ആ വേർഡ്സൊക്കെ നിങ്ങൾ അങ്ങനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ മാറ്റി എഴുതണം. ഓക്കെ, ഇപ്പം തന്നെ എഴുതിയിട്ട് സെൻഡ് ടു ദ ഗ്രൂപ്പ്. ഓക്കെ.